ഈ കഥയുടെ പേര് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കണ്ടവരുള്ളൂ. ഇത് ഒരു 1943 നടന്നൊരു കഥ. അത് ഏതാണ്ട് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. 45 യുദ്ധം അവസാനിക്കുന്നു. 43 ഞാൻ ജനിക്കുന്നത്. ജനിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നടന്നൊരു സംഭവം അത്. അന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 43 കല്യാണം കഴിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരു വയസ്സേ ഉള്ളൂ. എന്നെ കൊണ്ടൊരു ഫോട്ടോ അവിടെ എറണാകുളത്ത് സെൻറ്റ് ജോസഫിൻ്റെ അടുത്ത് കൃഷ്ണൻ നായർ സ്റ്റുഡിയോ എന്നൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ കാണുന്നത്. അന്ന് ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഇടവനക്കാട് നിന്നാണ്. അപ്പോൾ എറണാകുളത്ത് നമ്മൾ ബോട്ടിൽ കയറിയാൽ ബോട്ട് ഇടവനക്കാട് അടുക്കില്ല. അത് മുരിക്കുമ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. പോഞ്ഞിക്കര, വല്ലാറുപാടം, പിന്നെ മുരിക്കുമ്പുഴ, വൈപ്പിനൊക്കെ അടുക്കുള്ളൂ. പക്ഷേ ഈ ഇടവനക്കാട് അടുക്കില്ല. ഇടവനക്കാട് നിന്ന് ആളെ ഇറക്കാൻ പറ്റും. ആളെ ഇറക്കാമെന്ന് വെച്ചാൽ ബോട്ട് പോയിട്ട് കായൽ നിർത്തുകയെന്ന് വെച്ചാൽ ഈ മുളയെല്ലാം കുത്തി നിർത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വഞ്ചി വരും ഈ കരയിൽ നിന്ന്. കരയെന്ന് വെച്ചാൽ തീരപ്രദേശത്ത് അത് മുഴുവൻ ചിലപ്രദേശങ്ങളാണ് ആ സൈഡ് മുഴുവൻ. ആ വഞ്ചിയിലോട്ട് ഈ ആളുകളെയൊക്കെ അവിടെ ഇറങ്ങാനുള്ള ആളുകളൊക്കെ കയറ്റും. അങ്ങനെയാണ് അന്നത്തെ യാത്ര. അപ്പോൾ ജ്യേഷ്ഠത്തെയും കൂടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഞങ്ങൾ എറണാകുളത്ത് ബോട്ടിൽ കയറി അവിടെ ചെന്ന് അങ്ങനെ ആദ്യം ജ്യേഷ്ഠൻ വഞ്ചിയിലോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ജ്യേഷ്ഠത്തിയുടെ കയ്യിലിരിക്കുന്ന കൊച്ചിന് ജ്യേഷ്ഠൻ്റെ കയ്യിലോട്ട് കൊടുത്തതും ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് കൊച്ച് തെന്നി വെള്ളത്തിൽ വീണു. പിന്നെ കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ബോട്ടിലുള്ള ചില പണിക്കാരൊക്കെ തപ്പിപ്പിടിച്ചൊക്കെ നോക്കിയിട്ടൊന്നും സംഗതി കിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടതുവശത്ത് കുറേ മാറിയാണ് കറണ്ട് വരുന്നത്. അതായത് അഴിമുഖം അവിടെയുണ്ട്. അഴിമുഖം എന്ന് പറയുന്നത് കടലും കായലും തമ്മിൽ ചേരുന്ന കവാടത്തിനാണ് അഴിമുഖം എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള കറണ്ട്, കടലിൽ നിന്നുള്ള കറണ്ട് ഇങ്ങനെ വരുമ്പോൾ വടക്കോട്ടായിരിക്കും കൊച്ചി ഒഴുകിപ്പോയിട്ടുള്ളത്. അങ്ങനെ ഇവരിവിടെ തപ്പിയിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ അടിയിൽ കൂടെ വലിയ കറണ്ടുണ്ട്. ആ കൊച്ചങ്ങ് പോയി. പിന്നെ ഒരുപാട് ഇവരെ സംബന്ധിച്ചൊന്നും കിട്ടുന്നില്ല. ആ കാര്യത്തിലും ബഹളമൊക്കെ ആയി. പക്ഷേ അങ്ങനെ ആയിക്കുമ്പോൾ ഈ പഴയൊരു മന്ത്രിയുണ്ട്, TK രാമകൃഷ്ണൻ, എൻ്റെ അമ്മയുടെ അമ്മാവനാണ്. അയാൾ പിന്നെ ഇതിനകത്ത് ഇടപെട്ട് MM ലോറൻസ് ഇവരെല്ലാം ഇടപെട്ട് ഇവർ വൈപ്പിനിക്കരയിൽ പോയി ഇത് അന്വേഷണമൊന്നും നടത്തിയിട്ടൊന്നും രക്ഷയില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കൃഷ്ണനാഥ സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ അതിൻ്റെ ഫോട്ടോ ഇത്തിരി വലുതാക്കി എടുത്തിട്ട് അന്ന് പത്രത്തിൽ നിന്നും കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല. അവിടെ അധികം ആളൊന്നും പത്രം നോക്കുന്ന ആളുകളൊന്നും ഇല്ല, കുറവാണ്. അങ്ങനെ ഈ പ്രധാന ജംഗ്ഷനിലെല്ലാം പനമ്പിൽ ഈ ഫോട്ടോ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ എഴുതി വെച്ച് ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കണം, അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ അറിയണമെന്നും പറഞ്ഞ് എഴുതി വെച്ചു. അടയാളം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ രണ്ട് കാലിൽ തളകളുണ്ട്, കനമുള്ള 2 തളകളുണ്ട്. ഇതാണ് അടയാളം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1 മാസമൊക്കെ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിയെ ഒരു മുക്കുവന് കിട്ടി. അയാൾ ചൂണ്ടയിടുകയായിരുന്നു, ശരിക്കും വലയല്ല, ചൂണ്ടയിൽ ഈ തള കയറി കൊളുത്തു. കുട്ടിയുടെ കാലിലെ തള അന്ന് തന്നെ കൊളുത്തിയിട്ട് അയാൾക്ക് കുട്ടിയെ കിട്ടി. അയാൾ എന്ത് ചെയ്യാൻ, അയാൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. 1 മാസം അയാൾ വളർത്തിക്കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ തളയുടെ വർത്തമാനം അവിടെ ആ കരയിൽ മുഴുവൻ അറിയുന്നത്. അപ്പോൾ ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു, കുട്ടിയെ നമ്മളെ അറിയിച്ചു. അങ്ങനെ നമ്മൾ പോയി കുട്ടിയെ അയാൾക്ക് കുറേ പൈസയൊക്കെ കൊടുത്ത് കുട്ടിയെ കൊണ്ടുപോകുന്നു.